അപ്പൊ പറഞ്ഞ മറുപടി, സ്വലാത്ത് ചൊല്ലാതെ നടക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഞാനടക്കം ഒരു ദിവസം ചൊരുങ്ങിയത് 100 സ്വലാത്തെങ്കിലും എന്റെ ഹബീബിന്റെ മേൽ ഞാൻ ചൊല്ലുമെന്ന് ഈ സദസ്സിൽ നിന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം പിരിഞ്ഞു പോവാൻ. രണ്ടാമത്തത്, എനിക്ക് എന്റെ ഹബീബിനെ കാണണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. നാളെ പരലോകത്ത് വരുന്ന സന്ദർഭത്തിൽ എന്റെ ഹബീബാണ് എന്നെ രക്ഷിക്കാനുള്ളത്, ആ ബോധം നമുക്കുണ്ടാവണം. ആ മുത്തുനബിയെ ഓർത്തുകൊണ്ട് മുഅ്മിനീങ്ങളെ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും നമ്മുടെ കണ്ണൊന്നു നിറയണം. സുബ്ഹാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ? അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ഞാൻ മദീനയിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പോയാൽ അങ്ങയെ കാണാതെ വിഷമിക്കുകയാണ് ഹബീബേ. എന്നാലും ഞാൻ സമാധാനിക്കാറുള്ളത്, നാളെ നേരം വെളുത്ത് വന്നാൽ നബിയെ തങ്ങൾ എനിക്ക് വീണ്ടും കാണാമല്ലോ, ഞാൻ അങ്ങനെ ആശിക്കാറാണ്. പക്ഷേ ഞാനൊരു നിമിഷം ഓർത്തുപോയി, നബിയേ, എന്റെ മരണത്തെ ഞാൻ ഓർത്തുപോയി ഹബീബേ, തങ്ങളുടെ വഫാത്തിനെയും ഞാൻ ഓർത്തു നബിയേ. അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. യാ റസൂലല്ലാഹ്, എന്തിനാണതിന് കരയുന്നത്? നമ്മൾ ജനിച്ചാൽ വഫാത്താകും, മരണപ്പെടുമല്ലോ. സുബ്ഹാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, വഫാത്തായി കഴിഞ്ഞാൽ, അങ്ങ് ഈ ലോകത്തോട് വിട പറഞ്ഞാൽ അങ്ങ് ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ. ഈ തൗബാൻ ഇനി നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലെത്തിയാൽ തന്നെ സ്വർഗത്തിന്റെ ഒരുപാട് താഴെയായിരിക്കുമല്ലോ. അങ്ങയെ കാണാൻ, അങ്ങയോട് സഹവസിക്കാൻ, അങ്ങയോട് കൂട്ടുകൂടാൻ ഇനി തൗബാന് കഴിയില്ലല്ലോ. ഈ ലോകത്ത് വഫാത്ത് വരെ എനിക്കിവിടെ മദീനയിൽ വന്ന് കൂട്ടുകൂടാ. എന്നാൽ എന്റെയും നിങ്ങളുടെയും മരണത്തിന് ശേഷം മുത്തുനബിയെ, അങ്ങയുടെ വഫാത്തിന് ശേഷം അങ്ങ് സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്തിലായിരിക്കുമല്ലോ. ഈ തൗബാൻ സ്വർഗത്തിലാണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ടാകും, താഴെയായിരിക്കുമല്ലോ. എനിക്ക് അവിടെ നിന്ന് അങ്ങയോട് സഹവസിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് കരഞ്ഞതാണ് നബിയേ. ഞാൻ എന്ത് ചെയ്യണം ഹബീബേ? അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് ഓതി കേൾപ്പിക്കുന്നത്, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന والشهداء والصالحين وحسن أولئك رفيقا. ഇതിനെന്താ വേണം? അല്ലാഹുവിനെയും അന്ത്യദൂതരെയും മുത്തുനബിയെയും ആരെങ്കിലും അനുസരിച്ചാൽ, എന്നെ അനുസരിക്കണമെന്നല്ല, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണേ, മുത്തുനബിയെ നിങ്ങൾ അനുസരിക്കണേ. എന്നെയും ഹബീബായ മുത്തുനബി തങ്ങളെയും ഒരാൾ അനുസരിച്ചാൽ, അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെയും അവരുടെ ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റി ഒരാൾ ജീവിച്ചു. അതായത് ചുരുക്കി പറഞ്ഞാൽ, فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അങ്ങനെ ജീവിക്കുന്നവർ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്ത നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെയായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്
സ്വന്തം ശരീരത്തെക്കാൾ അവരെല്ലാവരും ഇഷ്ടപ്പെട്ടത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ മുത്തുനബിയെയാണ്. നമ്മളൊക്കെ സ്വന്തം എല്ലാം സ്വന്തം നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. അതങ്ങനെയല്ല. അവര് സ്വന്തം സ്വശരീരത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേറ്റിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹി ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞയച്ച സംഘത്തില് ഹുബൈബ് റളിയല്ലാഹുവിനെ പിടികൂടി ബദറിൽ ഹുബൈബ് റളിയല്ലാഹുവിനെ കൊന്ന ആളുകളുടെ കുടുംബം ഹുബൈബിനെ പിടികൂടിയിട്ട് മക്കയിലേക്ക് കൊണ്ടുപോയി തൂക്കിലേറ്റുകയാണ്. തൂക്കുകയർ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന സമയത്ത് മുഅ്മിനീങ്ങള് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കളെ ഓഫർ വെക്കുന്നുണ്ട്. എന്താ പറയുന്നത്? തസുബ്ബു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മുത്തുനബിയെ മുഹമ്മദിനെ ഒന്ന് ചീത്ത പറഞ്ഞാൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. നമ്മള് തൂക്കുകാരിങ്ങനെ കഴുത്തിലിട്ട് തൂങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, ഈ ലോകത്തോട് വിട പറയാൻ നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ സെൽഫിഷാവൂലേ? നമ്മളെ സ്വന്തം ശരീരം ചിന്തിക്കൂലേ? നമ്മളാണെങ്കിൽ ചിന്തിക്കൂലേ? എനിക്കെന്റെ ഭാര്യയെ കാണണം, മക്കളെ കാണണം, കൊച്ചുമോന്റെ സംസാരങ്ങൾ കേൾക്കണം, കളി തമാശകൾ കേൾക്കണമെന്ന് ചിന്തിക്കൂലേ? ഹുബൈബ് റളിയല്ലാഹു അൻഹു അവസാനം കൊല്ലാൻ പോകുമ്പോ ഒരാവശ്യം ചോദിച്ചപ്പോ എന്തെങ്കിലും വേണോ? ബിരിയാണി വേണോ? നെയ്ച്ചോറ് വേണോ? ചിക്കന് വേണോ? ബീഫ് വേണോ? മട്ടന് വേണോ? ജയിലിൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന പ്രതിയോട് ചോദിക്കും ഏത് ബിരിയാണിയാ വേണ്ടത്? നമ്മുടെ നാട്ടിലുണ്ട് ആ പരിപാടി. അവസാനമായി നിനക്ക് എന്ത് ഭക്ഷണം വേണം? ഒരു ഭക്ഷണം ഉറങ്ങൂലല്ലോ. ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിലെ കെട്ടുന്നഴിച്ചാൽ എനിക്കൊരാഗ്രഹമുണ്ട്. അവസാനമായി രാജാധിരാജന്റെ മുമ്പിൽ ഒന്ന് നിസ്കരിക്കണം. ഒന്നുകൊടുത്ത് രാജാധിരാജനായ റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ചു. ഹുബൈബ് പറഞ്ഞ വർത്തമാനമുണ്ട്, ശത്രുക്കളെ, എനിക്ക് 2 അല്ല 20ഉം 100ഒക്കെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിവിടെ നിസ്കാരം അധികരിപ്പിച്ചാൽ നിങ്ങൾ പറയും ഹുബൈബിന് മരിക്കാൻ പേടിയാണ്. ഹുബൈബിന് മരിക്കാൻ പേടിയിട്ട് നിസ്കാരം കൂട്ടുന്നുണ്ടോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ 2 നിർത്തുക. ആ ഹുബൈബ് റളിയല്ലാഹുവിന്റെ കഴുത്തിൽ ഇങ്ങനെ തൂക്കുകയറിൽ നിർത്തിയിട്ടാണ് പറയുന്നത്, മുത്തുനബി ഒന്ന് ചീത്ത പറഞ്ഞാൽ നിന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അവരൊക്കെ സ്നേഹം നോക്കണം. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ചീത്ത പറയൽ പോയിട്ട് എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഹുബൈബിന് ഇഷ്ടമല്ലടാ. എനിക്ക് എന്റെ മോനേക്കാൾ വലുത്, എന്റെ മോളേക്കാൾ വലുത്, എന്റെ ഭാര്യയേക്കാൾ വലുത്, എന്റെ കുടുംബത്തെക്കാൾ വലുത്, എന്റെ മക്കളെക്കാൾ വലുത്, എന്റെ വീടിനേക്കാൾ വലുത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വലസ്തു ബാലിഹീന വഖതലു മുസ്ലിമാ അലാ അയ് ഷിഖിൻ കാന ലില്ലാഹി മസ്റഈ അലാ അയ് ജംബിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വയശ യുബാരിക അലാ ഔസാലി ശിൽബിൻ മുമസ്സഈ. എന്റെ ശരീരങ്ങൾ നിങ്ങൾ കഷ്ണം കഷ്ണമാക്കി വെട്ടി നുറുക്കി വലിച്ചെറിഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല, ഞാനതൊന്നും വില വെക്കുന്നില്ല. പക്ഷേ
എന്റെ ഹബീബിന്റെ ശരീരത്തില്, എന്റെ ഹബീബിന്റെ കാലിന്റെ ചുവട്ടില്, എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് ഹുബൈബിന് ഇഷ്ടമില്ലടാ എന്ന് പറഞ്ഞപ്പോഴാണ് തൂക്കുകയറ് വലിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നെ കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കുണ്ടോ അത്തരത്തിലുള്ള വേദന? അങ്ങനെ ഒരു സ്നേഹം നമ്മളെ ഖൽബിലുണ്ടോ? മുത്തുനബിന്റെ മദ്ഹ് കേൾക്കുന്നിടത്ത്, പറയുന്നിടത്തേക്ക് വരാൻ പോലും മടിയുള്ള എത്ര ആളുകളുണ്ട്? വീട്ടിലൊരു മൗലിദ് സംഘടിപ്പിച്ചാൽ അതിലേക്ക് വരാത്ത എത്ര പേരുണ്ട്? മദ്ഹ് പറയാൻ പാടില്ല, തീരെ പാടില്ല, ബിദ്അത്താണ് എന്ന് പറഞ്ഞ് നടക്കുന്ന എത്ര പേരുണ്ട്? അല്ലാഹ് അല്ലാഹ്, മുത്തുനബിയെ അല്ലാഹ് പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ, വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞ് അല്ലാഹു സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ, എന്റെ പേര് കഴിഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു കലീമാക്കിയില്ലേ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റൂഹുല്ലയാക്കിയില്ലേ? അതുപോലെ ഓരോ പ്രവാചകന്മാർക്കും ഓരോ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഏറ്റവും ഉന്നതമായ പദവി നൽകിയിട്ടുള്ളത്. എന്താണതെന്നറിയോ? എന്നെ പറയുന്നിടത്തൊക്കെ അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നുണ്ട്, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. നബിയെ, തങ്ങളില്ലെങ്കിൽ ഈ ലോകം തന്നെയില്ല. സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ വസമ്മാഹു മുഹമ്മദാ. മങ്കൂസ് മൗലിദിന്റെ തുടക്കം അങ്ങനെയല്ലേ? വഅഖ്റജഹു ഫീ ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദാ വഅൽബസഹു ഖിൽഅത്തുൽ ജമാൽ അല്ലതി ലം യുൽബിസ്ഹാ അഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി സൃഷ്ടിച്ചത് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി സല്ലല്ലാഹു മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് മുത്തുനബിന്റെ നൂറിനെയാണെങ്കിൽ, ആ നൂറിനെ പിന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ ആ മണ്ണിലങ്ങ് നിക്ഷേപിക്കുകയാ. ആദം നബിയുടെ ആ നൂറ് അങ്ങനെ വന്ന് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. ആ നൂർ അവസാനം റബീഉൽ അവ്വൽ 12-ന് ആമിന ബീയിലൂടെ ലോകത്തേക്ക് വരുമ്പോ മുഅ്മിനീങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത സ്ഥാനം പോലെ വേറെ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഇന്ന ലികുല്ലി നബിയിൻ ദഅവതൻ മുസ്തജാബാ ദഅഉ ബിഹാ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്ന ലികുല്ലി നബിയിൻ ദഅവതൻ മുസ്തജാബ. ഓരോ പ്രവാചകന്മാർക്കും ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുണ്ട്. എല്ലാ പ്രവാചകന്മാരും അത് ദുആ ചെയ്തിട്ടുണ്ട്. ഇല്ല അന, ഞാനൊഴികെ ഞാൻ ആ ദുആ ചെയ്തിട്ടില്ല. ഞാൻ ആ ദുആഇനെ പിന്തിപ്പിച്ചിരിക്കുകയാണ് നാളത്തേക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? ശഫാഅത്തൽ ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. എന്റെ സമുദായത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് നാളെ പരലോകത്ത് വിഷമിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന മനുഷ്യരാവൻ സുബൈല് വേർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് കുളിച്ചുകൊണ്ട് നടക്കുമ്പോ നീന്തുമ്പോ ആ സമയത്തേക്ക് ഞാൻ ആ ദുആഇനെ പിന്തിപ്പിച്ചിരിക്കുകയാ. ഇങ്ങനെ നേതാവ് ആർക്കുള്ളത്? നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. മഹ്ശറ മണ്ണിൽ എത്തുന്നേരത്ത് കൈവേടിയല്ലേ യാ നബി. മഹ്ശറ മണ്ണിൽ എത്തുന്നേരത്ത് കൈവേടിയല്ലേ
മൗത്തിനെത്തും ഉമ്മത്തി എന്നു രത്തോരാണെന്റെ വാരീതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങൾ സ്വർഗത്തിലൊന്നായി ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണേ സയ്യിദേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് സലാമിനെ ഈ നിമിഷം തന്നെ മുത്തിന്റെ ഹളറത്തിലേക്ക് റൗദയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു അതാ ഷഹീദാവുകയാണ്. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീന പള്ളിയിൽ മുത്തുനബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഖുതില ഹുബൈബ്, ഖുതില ഹുബൈബ്. ഹുബൈബ് പോയി നബിയെ, ആ ദുഷ്ടന്മാര് കൊന്നുകളഞ്ഞു, തൂക്കിക്കൊന്നുകളഞ്ഞു. فبكى رسول الله صلى الله عليه وسلم بكاء شديدا. മുത്തുനബി തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. കരഞ്ഞു താടിയിലൂടെ കണ്ണുനീർ തുള്ളുകൾ ഇങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഓതി കൊടുക്കുകയാണ്, കരയണ്ട നബിയേ, വിഷമിക്കണ്ട നബിയേ. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആശീർവദിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ കേൾക്കാറുള്ള ആയത്ത്. ഓരോരുത്തരെയും മണ്ണറയിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ മുഅദ്ദിൻ വന്നുകൊണ്ട് തൽഖീൻ ചൊല്ലാറുണ്ട്. അവസാനം പറയാറുണ്ട്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ശരീരമേ, അല്ലാഹുവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാന്റെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ നീ പോയിക്കോ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ സച്ചരിതരായ അടിമകള്, സ്വർഗാവകാശികളായ അടിമകളെല്ലാം സ്വർഗത്തിൽ നീ പ്രവേശിച്ചോ എന്നർത്ഥം വരുന്ന ഈ ആയത്ത് ആ സമയത്താണ് ഇറങ്ങുന്നത്. മുഅ്മിനീങ്ങളെ, മുത്തുനബിക്ക് വേണ്ടി ജീവിച്ച, മുത്തുനബിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ, മുത്തുനബിക്ക് വേണ്ടി എന്തും ചെയ്യാവുന്ന സഹാബത്ത് ഒന്നല്ല രണ്ടല്ല, ആയിരക്കണക്കിന് സഹാബത്തിന്റെ ചരിത്രങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ വായിച്ചറിഞ്ഞാൽ, നമ്മൾ കേട്ടാൽ നമ്മുടെ കണ്ണ് നിറയുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒരു തകരാറുണ്ട്. നിനക്ക് കേൾക്കുമ്പോ നമ്മളെ കണ്ണ് നിറയുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു എന്നല്ല, ആരും പറഞ്ഞു, നമുക്ക് നബിയെ കാണണ്ടേ? കാണണം. സ്വപ്നത്തിൽ കാണാം, നേരിട്ട് കാണാം. മുഅ്മിനീങ്ങളെ, യാ സയ്യിദി ഇർഹം ലനാ, യാ സയ്യിദി ഇർഹം ലനാ, യാ
സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ. നമ്മളിങ്ങനെ അനൗൺസ്മെന്റ് വാഹനത്തിൽ വെക്കുമ്പോൾ കേൾക്കാറുണ്ട് അല്ലേ? അങ്ങയെ കാണാത്ത കണ്ണെന്തിനാ, അങ്ങയെ കേൾക്കാത്ത കാതെന്തിനാ, അങ്ങയെ ചൊല്ലാത്ത നാവെന്തിനാ, അങ്ങയെ വാഴ്ത്താത്ത ചുണ്ടെന്തിനാ. യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ. അല്ലാഹ് 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 അല്ലാഹ്. പടച്ചവനെ, മുത്തുനബിന്റെ റൗള കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബിയെ കിനാവിൽ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഉത്തമ സമുദായമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായം. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിൽ ജനിക്കാൻ കഴിഞ്ഞല്ലോ, അതെന്നെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര സമുദായങ്ങൾ കഴിഞ്ഞുപോയി, അതിലൊന്നും ജനിക്കാതെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്തല്ല, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ റാഹത്തുൽ ആശിഖീൻ മുഹമ്മദ് മുസ്തഫ മുറാദുൽ മുസ്താഖീൻ മുഹമ്മദ് മുസ്തഫ ശംസുൽ ആരിഫീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീന കാണാൻ റബ്ബേ, ഈ ഒരുമിച്ച് കൂടിയ ഉമ്മമാര്, സഹോദരിമാര്, ഞങ്ങളുടെ കുടുംബങ്ങള് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ കിളിരാനിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട SKSSFന്റെ മക്കൾ തയ്യാറാക്കിയ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, പല പല പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ പലരും ഇടം കൂടിട്ടുകൊണ്ട് വരുന്നുണ്ട്. അല്ലാഹ്, എല്ലാവരെയും നീ നന്നാക്കണേ അല്ലാഹ്. മുസ്ലിം സമുദായത്തിന് ഐക്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആ മദീന കാണാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അല്ലാഹ്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, എപ്പോഴും ദുആ ചെയ്യണം. എന്ത് അൽഹംദുലില്ലാഹ് എത്ര പറഞ്ഞാലും തീരുമല്ല. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ. നമ്മൾ മുത്തുനബിന്റെ സമുദായത്തിൽ പെട്ടു, അത് നമ്മുടെ ഭാഗ്യം. അതാണ് അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീന നമ്മൾ കാണണം. തിൻശ്വാസം അറിഞ്ഞു മദീനപുരി, പാദം ചുംബിച്ചു പുളകത്താൽ ആമൻതരി. മുത്തിൻ ശ്വാസം അറിഞ്ഞു മദീനപുരി, പാദം ചുംബിച്ചു പുളകത്താൽ ആമൻതരി. ദഫിൻ താളത്തിൽ തലഅൽ ബദൂറു പാടി, ദഫിൻ താളത്തിൽ തലഅൽ ബദൂറു പാടി. ലോകം വരവേൽപ്പുമായി മദീനയെത്തി. इस करम का करो शुक्र कैसे अदा, इस करम का करो शुक्र कैसे अदा. जो करम मुझ पे मेरी नबी
कर दिया जब मैं सजाता था सरकार की महफिल मैं सजाता था सरकार की महफिल मुझको हर गम से रब ने बारी कर दिया इस करम का करो शुक्र कैसे अदा सलातुल्लाह सलामुल्लाह अला त्वाहा रसूलिल्लाह सलातुल्लाह सलामुल्लाह अला यासीन हबीबिल्लाह ഫാത്തിമക്കോ തുടിത്തോരെ പരം തന്ന റസൂലോരെ പരലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരെ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله والله أكبر الله أكبر ولله الحمد പതിമക്കത്തുതിത്തോരെ പരം തന്ന റസൂലോരെ പരലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരെ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ലംഹ ലംഹ है मुझ पे नबी की अता लम्हा लम्हा है मुझ पे नबी की अता दोस्तों और मांगू मैं मौला से क्या क्या है कम है कि मेरे खुदा ने मुझे क्या है कम है कि मेरे खुदा ने मुझे अपने महबूब का उम्मती कर दिया इस करम का करो शुक्र कैसे अदा इस करम का करो शुक्र कैसे अदा सलातुल्लाह सलामुल्लाह अला त्वाहा रसूलिल्लाह सलातुल्लाह सलामुल्लाह अला यासीन हबीबिल्लाह പാടിയത് ഇഷ്ക് മജ്‌ലിസിൽ ഉസ്താദ് തീരെ പാടിയില്ല എന്ന് പറയേണ്ട ചുറ്റും പാടിയത് കേട്ടോ ചരിത്രത്തിന്റെ അടിയിലേക്ക് കഴിഞ്ഞല്ലോ അൽഹംദുലില്ലാഹ് ഒന്നിനായ തങ്ങളുപ്പാപ്പ വന്നിട്ടുണ്ട് നീട്ടിക്കൊണ്ടുമുള്ള മുഅ്മിനീങ്ങളെ ആ മുത്തിന്റെ ആ ഹബീബിന്റെ പേരക്കുട്ടികളാണ് ഒന്നിനായ സയ്യിദന്മാർ അല്ലാഹു അവരൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ നമ്മൾ ഒരു മനുഷ്യനും ഞാനും നിങ്ങളൊക്കെ ദിവസേന എത്രയോ പ്രാവശ്യം പറയുന്ന പേരാണ് മുഹമ്മദ് മുസ്തഫ ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം കാലം മായ്ക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം മണ്ണിൽ ഇതുപോലെ ഇനിയില്ലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം മണ്ണിൽ ഇതുപോലെ ഇനിയില്ലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച ദേഹം തീയും കനലും പതയ്ക്കുന്ന കാലം ശാന്തമാകുന്ന സ്നേഹാർത്ഥഗാനം തേരെ കുർബാന പ്യാരെ
अब गिर रहा है मुझे भी ज़बानो अपने प्यारे नवासों के सदका या नबी मेरी झोली में डालो नूर से नूर मिलने चला है नूर से नूर मिलने चला है मुस्तफा से खुदा कह रहा है यह मेराज के रात प्यारे अपने चेहरे से पर्दा हटाल ഒന്ന് കണ്ടോട്ട് അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൽ ഇരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ട് അനുകമ്പ വരുമോ ഇനിയും കഴിയാത്ത പാപങ്ങൾ തീരാൻ അല്ലാഹ് ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾക്കൊക്കെ മുത്തുനബിയെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് ആ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് ഞങ്ങളെ കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാഹ് ആ പുണ്യനബിയുടെ ശഫാഅത്തിൽ ഞങ്ങളെ സാധുക്കളായി ഞങ്ങളെയും കുടുംബങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ മുസ്ലിമായി പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് മുത്തുനബിയെ കണ്ട് നല്ല സമയത്ത് നല്ല ദിവസത്തിൽ മരിക്കാൻ ഞങ്ങൾക്കും അവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളെ ഖൽബുകളിൽ ഇഷ്ഖ് ഹുബ്ബ് നിറച്ചു തരണേ അല്ലാഹ് മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് റബ്ബേ ഈ സദസ്സിനെ നീ ഖബൂലാക്കണേ അല്ലാഹ് നേരത്തെ ഞങ്ങൾ പറഞ്ഞു റബ്ബേ ഫലസ്തീനിലെ പാവപ്പെട്ട ഞങ്ങളെ മുസ്ലിമീങ്ങൾ അവരെ നീ സഹായിക്കണേ അല്ലാഹ് അവരെ നീ സഹായിക്കണേ അല്ലാഹ് പരിക്കേറ്റവർക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ് മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ ശുഹദാഇന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ് റബ്ബേ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗ്ഗാവകാശികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ബിഹഖ്ഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം